Hello students, welcome back to Edv Academy. ഇന്ന് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ആണ്. ആരെങ്കിലും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ച് മുന്നേ കേട്ടിട്ടുണ്ടോ? എന്തായാലും കേട്ടിട്ടില്ലേലും ഉണ്ടെങ്കിലും നമ്മൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സെമ്മില് ലോ ഓഫ് ടോർട്ട് എന്ന് പറഞ്ഞ പേപ്പർ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് all of you are going to study Consumer Protection Act. So ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് is going to be a preset or a foundation to what you will be studying in your law school. So ഇത് നല്ലോണം പഠിക്കുക, and we are expecting questions to be asked by the Kerala Law Entrance Examiners from this portion. Right. So moving on, we have the Consumer Protection Act 2019. ആദ്യം തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആദ്യമായിട്ട് 2019 വന്നത്? അല്ല, അത് ആദ്യമായിട്ട് വന്നത് വാസ് ഇൻ 1986. അപ്പം നമുക്ക് നോക്കാം. ഞാൻ ഈ നോട്ട് ഡൗൺ ചെയ്തിട്ടുള്ള പോയിന്റ്സ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇങ്ങനെ തന്നെ എഴുതി പോവാം. ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ഓൾ ഓഫ് യു ടു റീലേൺ എവറിത്തിങ്. ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് വാട്ട് ഐ വോണ്ട് യു ഇസ്, ഞാൻ പഠിപ്പിക്കുന്നത് അപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ എഴുതി നോട്ട് ചെയ്ത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ മേ ബി മാർക്ക് ഇറ്റ് വിത്ത് എ ഡിഫറെൻറ്റ് കളർ മാർക്കർ ഓർ ഹൈലൈറ്റർ, ആൻഡ് ദെൻ യു ക്യാൻ കീപ്പ് ഓൺ റിവൈസിങ് ദി സെയിം പോയിന്റ്സ്. ദീസ് ആർ ദി കീ പോയിന്റ്സ് that will help you in your exam, because on the previous day of the exam you won't have time to skim through all your notes. What you can do is refer through the highlighted points. Okay, so here we have Consumer Protection Act 2019. So Consumer Protection Act 2019 is that act of the Parliament of India which is made to protect the interests and rights of the consumers in our country. നമ്മളുടെ ഇന്ത്യൻ പാർലമെന്റ് കൺസ്യൂമേഴ്സിന്റെ ഇൻട്രസ്റ്റും റൈറ്റ്സും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻഫോഴ്സ് ചെയ്ത ഒരു ആക്ട് ആണ് എന്ത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പം ഇൻ ദ അതർ പേജസ്, ഇൻ ദി അതർ സ്ലൈഡ്സ് വി വിൽ ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ഹൂ എ കൺസ്യൂമർ ഇസ്. സോ ബിഫോർ ദാറ്റ് നിങ്ങൾ മനസ്സിലാക്കണം ഈ ആക്ടിന്റെ പേർപ്പസ് എന്താണ്. സോ ദ പേർപ്പസ് ഓഫ് ദിസ് ആക്ട് ഇസ് ടു പ്രൊവൈഡ് ബെറ്റർ പ്രൊട്ടക്ഷൻ ടു കൺസ്യൂമേഴ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ് അതോറിറ്റീസ് ലൈക്ക് കൺസ്യൂമർ റീഡ്രസൽ കമ്മീഷൻ, സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. ഈ രണ്ട് അതോറിറ്റീസിന്റെ പേരും ക്ലിയർ ആയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ നോട്ട് ചെയ്യുക. Consumer Redressal Commission and Central Consumer Protection Authority to safeguard the interest of consumers. So നമ്മൾ ആസ് എ കൺസ്യൂമർ നമുക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വാങ്ങിയൊരു ഗുഡിന് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് നമ്മൾ കണ്ടു. ഫോർ എക്സാമ്പിൾ, ഞാൻ കടയിൽ നിന്ന് ഒരു ഫോൺ മേടിച്ചു. ആ ഫോണിന് വാറൻറ്റി ഉണ്ട്, ഗ്യാരണ്ടി ഉണ്ട്, ആൻഡ് പക്ഷേ അതിൻ്റെ പെർഫോമൻസ്, അതിന് എക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന പെർഫോമൻസ് പോലെയല്ല അത് പെർഫോം ചെയ്തത്. ആൻഡ് ഒരാഴ്ചയ്ക്കുള്ളിൽ ആ ഫോൺ പെട്ടെന്ന് ഡിഫക്റ്റ് ആയി. എന്നിട്ട് ഞാൻ ഈ വാങ്ങിയ കടയിൽ തന്നെ എൻ്റെ ഫോൺ കൊണ്ടു കൊടുത്തു. അപ്പോൾ അവരെന്നെ ഒരു കൺസ്യൂമറിനെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിക്കല്ല അവരെന്നെ ട്രീറ്റ് ചെയ്തത്. മോറോവർ അവരെന്നോട് പറഞ്ഞു ഈ ഫോണിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ വാറൻറ്റി ഗ്യാരണ്ടി പോലും അവർ കണക്കിലേക്ക് എടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഐ ക്യാൻ അപ്രോച്ച് ദി കൺസ്യൂമർ റീഡ്രസൽ കമ്മീഷൻ ഓർ ദി സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. അതാണ് ഞാൻ ചെയ്യുക. അല്ലാതെ ഞാൻ ആദ്യം തന്നെ കൊണ്ടുപോയി കോടതിയിൽ കേസ് കൊടുക്കുക അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയാണോ ചെയ്യുക? നോ. കൺസ്യൂമേഴ്സിന് എന്ത് പ്രശ്നം വന്നാലും വി ഹാവ് ദ കൺസ്യൂമർ റീഡ്രസൽ കമ്മീഷൻ ഓർ ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. സോ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി തന്നെ ഡിസ്ട്രിക്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, സെൻട്രൽ ഉണ്ട്. ഓൾ ഓഫ് ദാറ്റ് വിൽ കം അക്രോസ് ഓൾ ഓഫ് ദാറ്റ് ഇൻ ദി അപ്കമിങ് സ്ലൈഡ്സ്. സോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് came into force on 20th July 2019. എല്ലാവരും ആ ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. 20th July 2019. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ when I took Indian Evidence Act ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞാണ് എൻഫോഴ്സ് ചെയ്ത ഡേറ്റ് ആൻഡ് ഇയർ മസ്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഒരു ആക്ട് പഠിക്കുമ്പോൾ അപ്പം തന്നെ നമ്മൾ ആ ആക്ട് എൻഫോഴ്സ് ചെയ്തത് എപ്പോഴാണെന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, ആൻഡ് ഇത് റീപ്ലേസ് ചെയ്തത് 1986 കൺസ്യൂമർ ആക്ടിനെയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും 1986 കൺസ്യൂമർ ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്തിനാണ് 2019 ആക്ട് വന്നത്? എന്തുകൊണ്ടായിരിക്കും? 2019 ആയപ്പോഴേക്കും the world actually changed a lot from what it used to be during 1986, right? We have online platforms where we can shop, where we can avail services. All of this came when it became the 2000s. അപ്പോൾ 2019 ആയപ്പോഴേക്കും ക്ലിയർലി ഒരു അഡ്വാൻസ്മെന്റ് ഇൻ ടെക്നോളജി വന്നു, ആൻഡ് സർവീസസ് ഒക്കെ ഓൺലൈൻ ആക്കാൻ തുടങ്ങി. നമുക്ക് ഗുഡ്സ് ഒക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കംഫർട്ടിലിരുന്ന് പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. അപ്പം അതിനൊക്കെ ഒരു ന്യൂ മെക്കാനിസം വേണം. അങ്ങനത്തെ പ്രോഡക്ട്സിനൊക്കെ എന്തെങ്കിലും ഡിഫക്റ്റ് വന്നാൽ. സോ ഓൾ ഓഫ് ദാറ്റ് ഇസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഇൻ ദി 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. സോ അതാണ് 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടും 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടും തമ്മിലുള്ള മേജർ ഡിഫറൻസ്.
Now moving on, we have the definition of consumer. Who is a consumer? Are you a consumer? Am I a consumer? Yes, all of us are consumers. നിങ്ങളിപ്പോൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഈ ക്ലാസ് പർച്ചേസ് ചെയ്തതാണ്. You have availed a service, an educational service, so you are definitely a consumer. ഇപ്പം എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഈ ടാബ്ലറ്റ് ഞാൻ വാങ്ങിയതാണ്, സോ ഐ എം എ കൺസ്യൂമർ. ഞാൻ ഈ ടാബ്ലറ്റ് പർച്ചേസ് ചെയ്തപ്പോൾ ഞാൻ ഈ കമ്പനിയുടെ ഒരു കൺസ്യൂമറായി. നമ്മളെല്ലാവരും നമുക്ക് ഒരു കൺസ്യൂമർ ആവാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ബിക്കോസ് ഇൻ എ സൊസൈറ്റി where we live, we need things, we need services, so all of us are consumers in one way or the other. Okay, so who is a consumer? The definition of consumer as per Consumer Protection Act 2019 is, a consumer is a person or a group of people who buys any goods or avails any service for self use and not for the purpose of resale. ഞാനിപ്പോൾ ഈ ടാബ്ലറ്റ് വാങ്ങി ഞാനിത് മറച്ച് വെക്കുവാണ്. ഈ ടാബ്ലറ്റ് ഞാനൊരു 50K എമൗണ്ടിന് വാങ്ങിയിട്ട് ഞാനിതൊരു 1K മറച്ച് വെക്കുകയാണ്. ഞാനാണ് ഈ ടാബ്ലറ്റ് വാങ്ങിയത്, പക്ഷേ ഞാനിത് മറച്ച് വെക്കുമ്പോൾ ഞാൻ പിന്നെ ഒരു കൺസ്യൂമർ ആണോ? അല്ല, ഞാൻ പിന്നെ ഒരു കൺസ്യൂമർ അല്ല. ഞാൻ എൻ്റെ പ്രോഫിറ്റിന് വേണ്ടി എന്ത് ഉപയോഗിച്ചാലും ഞാനൊരു കൺസ്യൂമർ അല്ല. പക്ഷെ നമുക്ക് ലൈവ്ലിഹുഡിന് വേണമെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ക്ലിയർലി മെൻഷൻ ഇൻ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. നമുക്ക് ലൈവ്ലിഹുഡിന് വേണ്ടി, നമ്മുടെ ലൈഫിന് വേണ്ടി, നമ്മുടെ ലൈവ്ലിഹുഡിന് വേണ്ടി നമുക്ക് പ്രോഡക്ട്സ് സെല്ല് ചെയ്യാം. ദോസ് പീപ്പിൾ ആർ കൺസ്യൂമേഴ്സ്. പക്ഷെ ആക്ച്വലി നമ്മൾ നമ്മുടെ യൂസിനായിരിക്കണം ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത്. ഇഫ് എ പേഴ്സൺ ബൈസ് എനി ഗുഡ് ത്രൂ ഓൺലൈൻ, he or she will also be a consumer under the Consumer Protection Act 2019. അപ്പം ഈ ഒരു പ്രൊവിഷൻ 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ ഇല്ലായിരുന്നു. ദാറ്റ് ഈസ് എ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആൻഡ് 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഓക്കെ, now moving on, we have consumer rights as per Consumer Protection Act 2019. You might be very familiar with sustainable goals. Sustainable goals നിങ്ങൾക്ക് അറിയാമോ എന്താ സസ്റ്റൈനബിൾ ഗോൾസ് എന്ന്? ആക്ച്വലി എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു സൊസൈറ്റിയിൽ ഫോർ ദ വെൽബീങ് ഓഫ് ദ സൊസൈറ്റി ദർ ആർ സർട്ടൺ ഗോൾസ്. ഓക്കെ, അതാണ് സസ്റ്റൈനബിൾ ഗോൾസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഗോൾസിനാണ് സസ്റ്റൈനബിൾ ഗോൾസ് എന്ന് പറയുന്നത്. അത് ഫിക്സ്ഡ് ആണ്, അതൊരിക്കലും മാറില്ല. അതുപോലെ തന്നെയാണ് കൺസ്യൂമർ റൈറ്റ്സും. ദർ ആർ 6 കൺസ്യൂമർ റൈറ്റ്സ്. ഇതൊരിക്കലും മാറില്ല. നിങ്ങൾ ഈ 6 റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചിരിക്കണം. സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ക്ലീ എക്സാമിന് ഇങ്ങനെ ആയിരിക്കും, കുറേ റൈറ്റ്സ് തരും, എന്നിട്ട് ചോദിക്കും ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് ആർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ്സ്. അപ്പം യു ഷുഡ് റീഡ് ഈച്ച് ഓപ്ഷൻ ആൻഡ് ദെൻ യു ഷുഡ് റീതിങ്ക്, ഓക്കെ ഞാൻ പഠിപ്പിച്ചതിൽ ഇതുണ്ടായിരുന്നോ? നിങ്ങൾ ഈ ക്ലാസ് ഒന്ന് റീകോൾ ചെയ്യണം ആ സമയത്ത്. ഞാൻ എന്തായാലും ഇതിനൊരു ചെറിയ കോഡൊക്കെ തരാം നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. നമുക്കപ്പം നോക്കാം. Okay, so first right, the right to be protected against marketing of goods, products or services which are hazardous to life and the property of consumers. Okay, so right to be protected, atra ortha madi, right to be protected against what? Protected from hazardous goods. ഈ hazardous goods എന്തൊക്കെയായിരിക്കും? hazardous goods എന്തൊക്കെയാണെന്ന് ക്ലിയർലി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ ഡിഫൈൻ ചെയ്യുന്നില്ല. പക്ഷെ നമുക്കറിയാം, അപ്പോൾ നമ്മളൊരു കുക്കർ മേടിക്കുകയാണ്. ഫ്രം ദ മാർക്കറ്റ് വി ആർ പർച്ചേസിങ് എ കുക്കർ ആൻഡ് ദെൻ ലേറ്റർ ഓൺ നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതൊരു ദിവസം പൊട്ടിത്തെറിച്ച് ആ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീ മരിക്കുകയാണ്. ഇങ്ങനത്തെ ഇൻസിഡൻസ് ഇൻ റിയൽ ലൈഫ് ആക്ച്വലി സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അവിടെ ദ കുക്കർ വാസ് ഹസാർഡസ് ടു ദ ലൈഫ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ, ബിക്കോസ് അവർ ജീവൻ തന്നെ നഷ്ടമായി കുക്കർ കാണണം. പക്ഷെ ആ കുക്കർ മാനുഫാക്ചർ ചെയ്ത ആളുടെ കയ്യിലാണോ? ഈ കുക്കർ ഉണ്ടാക്കുമ്പോൾ അയാൾ വിചാരിച്ചതാണോ ഇങ്ങനെ ആൾ മരിക്കുമെന്ന്? ഇല്ല. പക്ഷേ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഡിഫക്റ്റ് ഓഫ് ദ ഗുഡ് ദാറ്റ് ദ പേഴ്സൺ ലോസ്റ്റ് ദെയർ ലൈഫ്, വിച്ച് മീൻസ് കൺസ്യൂമേഴ്സ് ഹാവ് ദ റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ്. അപ്പം അങ്ങനെ ഒരാൾ മരിക്കുകയാണെങ്കിൽ he or she would definitely, or their family or their legal heirs would approach the honorable court. And എന്തായിരിക്കും? Would they approach the honorable court? They can approach the honorable court because അവിടെ ഒരു മർഡർ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഒരു ചെറിയൊരു ഇഞ്ചുറി സംഭവിക്കുകയാണ്. അങ്ങനെ ആയിരിക്കുമ്പം they would approach the Consumer Commission, and Consumer Commissionൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെന്താണോ റെമഡി അത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. സോ റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് എഗൻസ്റ്റ് ദ മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ്, ഓക്കെ,
against the marketing of goods, products or services which are hazardous to life and property of the consumers. So right to be protected, ആരും മറക്കല്ലേ. ഇനി അടുത്തത് right to be informed. Informed about what? Informed about quality, quantity, potency, purity, standards and the price of goods, products or services. ഒരു ഗുഡിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പ്യൂരിറ്റി, പൊട്ടൻസി, സ്റ്റാൻഡേർഡ്സ്, ഈ വേർഡ്സ് ഒന്നും ഇതുപോലെ ഓർത്ത് വെക്കണമെന്നില്ല. പക്ഷേ യു ഹാവ് ടു ജനറലി റിമെമ്പർ ദാറ്റ് റൈറ്റ് ടു ബി ഇൻഫോംഡ് ആണ് സെക്കൻഡ് റൈറ്റ് അണ്ടർ ദി റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. ഓക്കെ, നൗ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. നമ്മളൊരു സാധനം, ഇപ്പം എൻ്റെ ഈ ടാബിന് 50K ആണ് മാർക്കറ്റിലെ വില. പക്ഷേ ഞാനിത് വാങ്ങാൻ പോയ കടക്കാർ ഇത് ആക്ച്വലി സ്റ്റാൻഡേർഡൈസ് ഗുഡാണ്, പക്ഷെ ഞാൻ വാങ്ങാൻ പോയ കടയിലെ ആൾക്കാർ ഇതിൻ്റെ കമ്പനി പ്രൈസ് മാറ്റി ഒരു 70K ഇതിന് പ്രൈസ് ഇട്ടു. അപ്പം ഞാനൊരു സാധാരണ വ്യക്തിയാണ്, എനിക്ക് ഈ ടെക്നോളജിക്കലായിട്ടുള്ള സാധനങ്ങളിലൊന്നും വില അറിയില്ല. അപ്പം ഞാൻ ചെന്ന് നോക്കി, അവരെന്നോട് 70K എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ 70K, എനിക്ക് ഏകദേശം ഈ ഒരു റേഞ്ച് ആയിരിക്കും എന്നറിയാം. പക്ഷെ അവിടെ ഒരു 20K ഡിഫറൻസ് ഉണ്ട്. ആ 20K ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് അഫോർഡബിൾ ആണോ? ഇറ്റ് ഈസ് നോട്ട്. അപ്പം വാട്ട് ഹാസ് ഹാപ്പൻ there it is a clear case of unfair trade practice. എന്നെ അവർ പറ്റിച്ചു. അപ്പം എനിക്ക് ശരിക്കുള്ള കമ്പനി പ്രൈസ് അറിയാനുള്ള റൈറ്റ് ഉണ്ട് ആസ് എ കൺസ്യൂമർ. So I have the right to be informed about the quality, quantity, purity, standards and price of a good. Okay, so അതാണ് നമ്മുടെ second right under consumer protection. And coming to our third, we have the right to be assured. Right to be assured wherever possible access to a variety of goods, products or services at competitive prices. അതായത് it is a kind of assurance. When we buy a good, it is a kind of assurance that we'll be able to use the good to what we want. Like ഇപ്പം ഞാൻ ഈ ടാബ് വാങ്ങിയത് ടീച്ചിങ് പർപ്പസിനാണ്. അപ്പം എനിക്ക് ഈ ടാബിൽ ഇങ്ങനെ നോട്ട് പാഡ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ് ഐ വുഡ് നോ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇഫ് എനി ഓഫ് ദിസ് ഇസ് നോട്ട് വർക്കിംഗ്, ഞാൻ ഈ ടാബ് വാങ്ങിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലാവാണ് ഇത് വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഞാനൊരു പ്രൈസിന് വാങ്ങിയ സാധനമാണ്. So I can approach the people, I can approach the seller saying this is not working, and then I have the right to be assured that this will not happen again. They will do the necessary so that this doesn't happen again. That is the right to be assured. And then the fourth one we have right to be heard. Again, that is a bit connected to the third right. It is like right to be heard and to be assured that consumers' interest will receive due consideration at appropriate consumer redressal commissions. അതായത് നമ്മളൊരു പ്രശ്നം കൺസ്യൂമർ റീഡ്രസൽ കമ്മീഷനിൽ പറയുകയാണ്. അതായത് ഇങ്ങനെ ഞാൻ വാങ്ങിയൊരു ഗുഡ് ഇങ്ങനെ ഞാൻ വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല, പക്ഷേ ഐ വാസ് സെഡ് ദാറ്റ് ഇങ്ങനെ ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. ലൈക്ക് ദി എക്സാക്ട് യൂസ് ഓഫ് ദ ഗുഡ് അങ്ങനെ ബ്രോഷറിലോ എവിടെയെങ്കിലും പറഞ്ഞിരുന്നു, ഓർ നമ്മൾ ആ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് അത് അങ്ങനെയല്ല പെർഫോം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കൺസ്യൂമർ റീഡ്രസൽ കമ്മീഷൻ അപ്രോച്ച് ചെയ്യുമ്പം ദേ ഷുഡ് ഹിയർ അവർ problems. They should hear us out and they should assure us that they would do the necessary so that it doesn't happen again. That is the right to be heard. And then we have the right to seek redressal against unfair trade practices and restrictive trade practices or unscrupulous exploitive of consumers. Right to seek redressal. Redressal എന്ന് പറഞ്ഞാൽ അറിയാലോ, when we approach the court with something, നമുക്ക് ഒരു amount, we are given an amount saying this is a remedy. നമ്മൾക്ക് ഇങ്ങനെ സംഭവിച്ചു, പക്ഷെ the court unfortunately can't do anything. So what they can do is they can reimburse the amount and then give us an extra amount so that the people who did this to us gets a penalty. So we can seek for a right to redressal. And then the fifth we have right to consumer awareness. ആസ് എ കൺസ്യൂമർ നമ്മൾ അവെയർ ആയിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മോസ്റ്റ്ലി നമ്മളെല്ലാവരും സാധാ മനുഷ്യരാണ്. നൺ ഓഫ് us know how law works, how laws are implemented. സാധാരണക്കാർക്ക് വളരെ കുറവ് ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ ഒരു ഡിഫക്റ്റീവ് ഗുഡോ ഡിഫക്റ്റീവ് സർവീസോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അവർ മോസ്റ്റ് ഓഫ് ദി ടൈം അവരങ്ങനെ തന്നെ അത് വിട്ടുകളി. ഇപ്പം തന്നെ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ കുട്ടികൾ അങ്ങനെ അത് പല കാര്യങ്ങളും ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, പൈസ വെള്ളത്തിലായെന്ന് പറയും നമ്മൾ. അങ്ങനെ ഇനി വിടരുത്. because you have your rights, you can approach the consumer redressal commissions.
ഓക്കെ, സോ ഇതാണ് 6 റൈറ്റ്സ്. അപ്പം നമുക്കിവിടെ ഒരു കോഡ് ഉണ്ട്. നമ്മളിപ്പം നേരത്തെ പറഞ്ഞത് എന്താ? ഫസ്റ്റ് വൺ ഇസ് റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ്. സോ എവറിത്തിങ് ഇസ് റൈറ്റ്. അപ്പം ആ റൈറ്റ് അവിടെ നിൽക്കട്ടെ. റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ്, പ്രൊട്ടക്റ്റഡ് പി, ഇൻഫോംഡ് ഐ, and then we have assured, right to be assured. So we have PIA, then we have right to be heard, and then we have right to seek redressal, and then we have right to consumer awareness. അപ്പം ഇതിന് നമുക്കൊരു കോഡ് ഉണ്ടാക്കിയാലോ? ഒരു കോഡ് ഉണ്ടാക്കാം. ഓക്കെ, കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോഡ് ഞാൻ പറയാം. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, അവർ ചേട്ടനും അനിയനും എല്ലാവർക്കും അറിയാലോ, PI. പൃഥ്വിരാജും ഇന്ദ്രജിത്തും കൂടി ആന്ധ്ര ഹൈവേയിൽ ബൈക്കിൽ പോവായിരുന്നേ. അപ്പം ഇവർ രണ്ടുപേരും ബൈക്കിൽ പോവാ. രണ്ടുപേരും കുറേ നാൾക്ക് ശേഷം കണ്ട് രണ്ടുപേരും ഒരു വെക്കേഷൻ ചില്ല് ചെയ്ത് ഇങ്ങനെ ആന്ധ്ര അടിപൊളി ഹൈവേയിൽ ഇങ്ങനെ തൂഫാൻ പോലെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അവർ RC വഴിയിൽ കളഞ്ഞുപോയി. അവർ നേരെ പോയതെങ്ങോട്ടാ? കൺസ്യൂമർ റീഡ്രസൽ കമ്മീഷനിലേക്ക്. അങ്ങനെ ഓർക്കുക. അപ്പം 6 റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്, PIAHRC, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ആന്ധ്ര ഹൈവേ, RC കളഞ്ഞുപോയി. ഓക്കെ, മറക്കല്ലേ, ഇനി ഇത് മറക്കാൻ പാടില്ല ആരും. ഓക്കെ, അപ്പം മൂവിങ് ഓൺ, വി ഹാവ് കൺസ്യൂമർ റീഡ്രസൽ കമ്മീഷൻ. So, the Consumer Protection Act 2019 has provided for the establishment of Consumer Redressal Commission at district level, state level, national level. അപ്പം 3 ടയർ ആയിട്ടാണ് നമുക്ക് 3 ടയർ ആയിട്ടാണ് നമുക്ക് കൺസ്യൂമർ റീഡ്രസൽ കമ്മീഷൻസ് ഉള്ളത്. എവിടേക്കാണ്? ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവൽ. The same has been established to protect the consumer rights. ഞാൻ ആദ്യം തൊട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ എന്തിനാ? ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ കൺസ്യൂമർ റൈറ്റ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ആൻഡ് ടു പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു സീക്ക് റീഡ്രസൽ അഗൈൻസ്റ്റ് അൺഫെയർ ആൻഡ് റിസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ്. എന്തെങ്കിലും അൺഫെയർ റിസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ്സ് ഉള്ളത്. ആൻഡ് മാനുഫാക്ചറിങ് ഡിഫെക്ട്സ്, സർവീസ് ഡെഫിഷ്യൻസി, ഇതിനൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ്സ് ഉള്ളത്. ഇത് ഞാൻ ഈ ക്ലാസ് തുടങ്ങുന്ന ഇൻട്രൊഡക്ഷൻ തൊട്ട് ഞാൻ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി ഇത് മറന്നു പോകരുത്. ഓക്കെ, എ കൺസ്യൂമർ ക്യാൻ ഫയൽ എ കംപ്ലൈന്റ് അറ്റ് ദ ഡിസ്ട്രിക്ട് കൺസ്യൂമർ റീഡ്രസൽ ഫോറം. ഡിസ്ട്രിക്ട് കൺസ്യൂമർ റീഡ്രസൽ ഫോറത്തിൽ അവർക്കൊരു കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ പറ്റും. ഇറ്റ് ഇസ് കമ്മീഷൻ, നോട്ട് ഫോറം, കമ്മീഷൻ. അപ്പം 1 crore വരെ, ഇപ്പം ഞാനൊരു 1,20 lakhs ഒരു ബെൻസ് പർച്ചേസ് ചെയ്തു. അതൊരു 6 മാസം ഞാൻ അടിപൊളിയായിട്ട് യൂസ് ചെയ്തു. പിന്നീട് അതെനിക്ക് പണി തരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആരെ അപ്രോച്ച് ചെയ്യും? പോലീസ് സ്റ്റേഷനിലാണോ പോകുന്നത്? അല്ല. അതിനി മറന്നു പോരുത്. നമ്മൾ കൺസ്യൂമർ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് കൺസ്യൂമർ റീഡ്രസൽ കമ്മീഷൻ നമ്മളെ മനസ്സിൽ വരണം. പോലീസ് സ്റ്റേഷനും ഇല്ല, സാധാ കോടതിയില്ല. ഓക്കെ, എവിടെ പോകും? ഇറ്റ് ഈസ് 1 crore 20 lakh എൻ്റെ റെഡ് ബെൻസ് ആണ്. ഞാൻ എവിടെയാണ് പോവുക? ഡിസ്ട്രിക്ട് കമ്മീഷനിൽ എനിക്ക് പോകാൻ പറ്റില്ല. ബിക്കോസ് ഡിസ്ട്രിക്ട് കമ്മീഷൻ അപ് ടു 1 crore ഡിസ്ട്രിക്ട് കമ്മീഷനിൽ പറ്റുള്ളൂ. സ്റ്റേറ്റ് കമ്മീഷനെ കണ്ടോ? ലെസ് ദാൻ 10 crore ഉള്ള എന്തും സ്റ്റേറ്റ് കമ്മീഷനിലാണ്. ആൻഡ് നാഷണൽ കമ്മീഷനിൽ എന്താണ്? മോർ ദാൻ 10 crore. അപ്പം വി ഹാവ് 3 ടയേഴ്സ്: ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ആൻഡ് നാഷണൽ. ഡിസ്ട്രിക്റ്റിലാണെങ്കിൽ 1 crore മാക്സിമം. സ്റ്റേറ്റിലാണെങ്കിൽ എന്താ? ലെസ് ദാൻ 10 crore. ആൻഡ് നാഷണൽ ആണെങ്കിൽ മോർ ദാൻ 10 crore. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങൾ ഈ കോഡും പിന്നെ ലിമിറ്റ്സും എല്ലാം ഓർത്ത് വെക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളെ കോഡ് നമ്മൾ ഒരിക്കലും മറക്കല്ലേ. ഇത് നിങ്ങളിനി ഫസ്റ്റ് ഇയറിലും പഠിക്കാനുള്ളതാണ്. 6 റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. എന്താണ് അപ്പം ആ കോഡ്? പൃഥ്വിരാജും ഇന്ദ്രജിത്തും ആന്ധ്ര ഹൈവേയിൽ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരെ RC എല്ലാവർക്കും അറിയാലോ, ബൈക്കിൻ്റെ RC കളഞ്ഞുപോയി. അപ്പോൾ അവർ നേരെ കൺസ്യൂമർ റീഡ്രസൽ കമ്മീഷനിലേക്കാണ് പോയത്. ഓക്കെ,
അപ്പം ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. സി യു ഓൾ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഹാപ്പി ലേണിംഗ്. ബൈ.